ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന പോയം നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ അപ്രിസിയേഷനും സൈഡ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്. ഇന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ബാക്കി ആക്ടിവിറ്റീസും നോക്കാം. നോക്കിയേ. ജോ ജമാ ഹോങ്കെ ഏക് ദിൻ, കോൻ ജമാ ഹോങ്കെ. എന്ന് വെച്ചാൽ അവർ ഒത്തുകൂടും, ഏക് ദിൻ ഒരു ദിവസം. കോൻ ജമാ ഹോങ്കെ ആരാണ് ഒത്തുകൂടുന്നത്? ആൻസർ നോക്കിയേ. ദുനിയാ കെ തമാം ബച്ചെ ലോകത്തിലെ എല്ലാ കുട്ടികളും. അടുത്ത് നോക്കിയേ. കവിത മേ വോ കാ പ്രയോഗെ കിസേ സന്ദർഭമേ ഹേ. കവിതയിലെ ഓ എന്ന പ്രയോഗം ഏത് സന്ദർഭത്തിലെ ആണ്, ഏത് സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയാണ് ഓ എന്ന ശബ്ദം കൊടുക്കുന്നത്? ആൻസർ ബച്ചെ കുട്ടികൾ. അടുത്ത് നോക്കിയേ. കവിത മേ ബച്ചെ കിസ്കാ പ്രതിനിധിത്വ ഹേ. ഈ കവിതയിലെ കുട്ടികളെ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ നയി പീഡി. പീഡി എന്ന് വെച്ചാൽ തലമുറ, പുതിയ തലമുറയെ. അടുത്ത ക്വസ്റ്റ്യൻ. കവിത മേ തും കിൻ കിൻ കി ഓർ ഈശാര കർത്താ ഹേ. കവിതയിൽ തും എന്ന വാക്ക് അത് കിൻ കിൻ കി ഏതിനെയൊക്കെയാണ് ഈശാര ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്? ആൻസർ കവിത മേ തും എന്ന കവിതയിൽ തും എന്ന ശബ്ദം ശാസക, ലോക, ധാർമ്മിക നേത, അഭിഭാവക, രാജനീതിക് നേത കി ഓർ ഈശാര കർത്താ ഹേ. ശാസ്ത്രജ്ഞ എന്ന് വെച്ചാൽ ഭരണകർത്താക്കളായ ജനങ്ങൾ, ധാർമ്മിക നേതാക്കന്മാരെ, അഭിഭാവക, രാജനീതിക നേതാക്കന്മാർ എന്നിവരിലേക്കാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് തും എന്ന ശബ്ദം. അടുത്ത നോക്കിയേ. ബച്ചെ ദീവാരോം പർ ക്യാ കരേങ്കെ. കുട്ടികൾ ദീവാരോം, ദീവാർ എന്ന് വെച്ചാൽ ഭിത്തികളിൽ എന്താണ് ചെയ്യുന്നത്? ആൻസർ നോക്കിയേ. പെൻസിൽ കി നോക്കെ രഗുഡാങ്കെ. പെൻസിൽ കി നോക്ക് എന്ന് വെച്ചാൽ അഗ്രം, രഗുഡെങ്കി എന്ന് വെച്ചാൽ ഉരസുക, വരയ്ക്കുക. പെൻസിലിൻ്റെ നോക്ക് എന്ന് വെച്ചാൽ അഗ്രം കൊണ്ട് അവർ വരയ്ക്കും. അടുത്ത ബച്ചെ ടാങ്കോ മേം ക്യാ ഫർ ദേഖെ. കുട്ടികൾ ടാങ്കറുകളിൽ, യുദ്ധ ടാങ്കറുകളാണ്, അതിലെന്താണ് ഫർന നിറയ്ക്കുകയും ചെയ്യുന്നത്? ബാലു, ബാലു എന്ന് വെച്ചാൽ മണൽ. അടുത്ത് നോക്കിയേ. ബച്ചെ ബന്ദൂക്ക് കോ കഹാം ദബാ ദേങ്കെ. ബന്ദൂക്കെ തോക്കെ. കുട്ടികൾ ബന്ദൂക്ക് തോക്കെ എവിടെയാണ് കുഴിച്ചിടുന്നത്? ആൻസർ മെട്ടി മേ. മെട്ടി എന്ന് വെച്ചാൽ മണ്ണിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സഡക്ക് പർ ക്യാ കോതെങ്കെ. സഡക്ക് എന്ന് വെച്ചാൽ റോഡിലെ അവർ എന്താണ് കോദിന കുഴിക്കുക, എന്താണ് കുഴിച്ചു കൊണ്ടിരിക്കുന്നത്? ആൻസർ ഗഡ്ഡെ. ഗഡ്ഡെ എന്ന് വെച്ചാൽ കുഴികൾ, ഗഡ്ഡ എന്ന് വെച്ചാൽ കുഴിയാണ്. അടുത്ത നോക്കിയേ. ബച്ചെ കിസ് പെറെ ഛേദ് കരേങ്കെ. ബച്ചെ കുട്ടികൾ എന്തിലാണ് ഛേദ് എന്ന് വെച്ചാൽ ഹോൾ, വിള്ളൽ ഇടുന്നത്? ആൻസർ ദീവാർ പർ മതിലിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ബച്ചെ പേട് പർ ക്യാ ബനായെങ്കെ. കുട്ടികൾ മരത്തിൽ എന്താണ് നിർമ്മിക്കുന്നത്? ആൻസർ കോസലെ കൂട്. അടുത്ത ബച്ചെ കിസ്കെ സാത്ത് ബെഡാ ഹോന ചാഹേഗെ. കുട്ടികൾ കിസ്കെ സാത്ത് ആരുടെ കൂടെയാണ് ബെഡാ ഹോന വളർന്ന് വലുതാകാൻ ചാഹേങ്കെ ആഗ്രഹിക്കുന്നത്? ആൻസർ ഗിൽഹരിയോം അണ്ണാൻ. അടുത്ത നോക്കിയേ. ബച്ചെ കിസ്കോ കിലൗന ബനായെങ്കെ. കുട്ടികൾ എന്തിനെയാണ് കിലൗന കളിപ്പാട്ടമായി മാറ്റുന്നത്? ആൻസർ ബെഡോങ്കി ബനായി സഫി ചീസോങ്കോ. മുതിർന്നവർ നിർമ്മിച്ച എല്ലാ, സഫി എന്ന് വെച്ചാൽ എല്ലാ, ചീസ് എന്ന് വെച്ചാൽ വസ്തുക്കളെയും അവർ കളിപ്പാട്ടമായി മാറ്റും. അതാണ് അത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, അതിനകത്തുനിന്ന് കാണാമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇസേ മുഹാവരെ കാ മതലബ് ക്യാ ഹേ. കുറച്ച് മുഹാവരകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഹിന്ദി അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. ദാവാ ബോൽന. ദവാ ബോൽന എന്ന് വെച്ചാൽ ആക്രമൺ കർന, അടുത്ത ആക്രമിക്കുക. അടുത്ത നോക്കിയേ. പെൻസിൽ കി നോക്കെ രഗഡിന. പെൻസിലിൻ്റെ അഗ്രം കൊണ്ട് ഉരസുക, അല്ലെ വരയ്ക്കുക. അതിൻ്റെ ഹിന്ദി അർത്ഥം ബച്ചോങ്ക കേൽ, കുട്ടികളുടെ കേൽ, കളി. അടുത്ത കുത്തോം സെ ബദിയാന. കുത്തകളോട് സംസാരിക്കുക. അതിൻ്റെ അർത്ഥം ബച്ചോങ്കി നിഷ്കളങ്കത, കുട്ടികളുടെ നിഷ്കളങ്കമായ മനോഭാവം. അടുത്ത നോക്കിയേ. ടാങ്കോമേ ബാലു ഫർന. യുദ്ധ ടാങ്കറുകളിലെ ബാലു മണൽ നിറയ്ക്കുക. ബച്ചോങ്കി ശാന്തി കാ മനോഭാവമാണ്, കുട്ടികളുടെ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ മനോഭാവമാണ് കാണുന്നത്. അടുത്ത നോക്കിയേ. പേടോംബർ കോസല ബനാന. പേടുകളിൽ കോസല നിർമ്മിക്കുന്നു എന്ന് വെച്ചാൽ കൂടെ. അതിൻ്റെ ഹിന്ദി അർത്ഥം എന്ന് വെച്ചാൽ ബച്ചോങ്കി പ്രകൃതിക്ക് സാത്ത് രഹ്നയ്ക്ക് ഇച്ഛ. കുട്ടികൾക്ക് പ്രകൃതിയുടെ കൂടെ രഹ്ന താമസിക്കുന്നതാണ് ഇഷ്ടം. ഇച്ഛ എന്ന് വെച്ചാൽ ആഗ്രഹം, ഇഷ്ടം. അതാണ് അതിൻ്റെ മുഹാവരകൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ഠുണ്ടെല്ലികെ എന്ന ആക്ടിവിറ്റി നോക്കുക.
ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. നോക്കിയിരുന്നേ. കോൻ സി പങ്ക്തി സാർവലൗകിക ഭാവന കി ഓർ ഈശാര കർത്തി ഹെ. ഏത് വരിയാണ് സാർവലൗകികമായ അല്ലെ സാർവത്രികമായ സാർവലൗകികമായ ഭാവന ഉളവാക്കുന്നത്, അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ടെക്സ്റ്റിലെ ആ പോയത്തിലെ ഏത് വരിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി ഏതാന്ന് നോക്കിയേ. ദേഖോ, നിങ്ങൾ കാണുക. ഉസ് പാർഫി മൗസം തോ ഹമാര യഹാം ജൈസ ഹി ഹെ. ആ ഒരു ലൈനാണ് തന്നിരിക്കുന്നത്. നോക്കി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ. അവിടെയും ഇതേ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് സാർവലൗകികമായ ഭാവന ഉളവാക്കുന്ന വരി. അടുത്ത് നോക്കിയേ. കവിതയ്ക്ക് ക്രിയാപദങ്കി സൂചി. കവിതയിലെ കുറച്ച് ക്രിയാപദങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചിക ആയിട്ടാണ് ഒരു ടേബിൾ തന്നേക്കുന്നത്. ആ ടേബിളിൽ 3 ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയിരുന്നേ. ജമാ ഹോങ്കെ, അടുത്ത് നോക്കിയേ ജായേങ്കി, അടുത്ത ബദിയായെങ്കി. അങ്ങനെ 3 എണ്ണം അവർ തന്നു. ബാക്കി നമ്മൾ പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. നോക്കിയേ. അതിനകത്തെ പോയത്തിലെയാണ് ഏതാ ദബാ ദേങ്കെ, ഫർദേങ്കെ, പാവുകെ, രഗഡെങ്കെ, ബനായെങ്കെ, ആയെങ്കെ. അത്രയും ഞാൻ എഴുതി. നിങ്ങൾക്ക് ഇനിയും എഴുതാം. അങ്ങനെയുള്ള വാക്കുകൾ നോക്കി എഴുതുക. ഇവിടെ ഒരു ടെൻസാണ്. ഏക. ഏക നോക്കിയ എല്ലാ ആ ക്രിയയുടെ കൂടെ എല്ലാം ഏകയുടെ രൂപങ്ങളാണ് വന്നിരിക്കുന്നത്. ഏക എന്ന് വെച്ചാൽ ഭവിഷ്യകാലിലാണ് ഏക ഉപയോഗിക്കുന്നത്. ഭാവികാൽ ഓർ ഭവിഷ്യകാൽ, അതായത് ഫ്യൂച്ചർ ടെൻസിലെ സാമാന്യ ഭാവികാലാണ് തന്നിരിക്കുന്ന ഭാഗം. ടെൻസ് നമുക്ക് വേറൊരു ക്ലാസ് എടുത്ത് നല്ലപോലെ പഠിപ്പിക്കും. ഇവിടെ നോക്കിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യഹാം ക്രിയ കെ കിസ് കാൽ കി സൂചന ഹേ. ഇവിടെ തന്നിരിക്കുന്ന ക്രിയ ഏത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസറെ ഭവിഷ്യകാൽ കി സൂചന, ഭവിഷ്യകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഏകയുടെ രൂപങ്ങളായതുകൊണ്ട് ഭവിഷ്യകാലിനെ സൂചിപ്പിക്കുന്നു. ഏകയുടെ രൂപങ്ങൾ എന്ന് വെച്ചാൽ ക്രിയയുടെ കൂടെ ഏക, ഏങ്കെ, ഏകി, ഏങ്കി, ഊങ്ക, ഊങ്കി, ഓകെ, ഓകി. ഇത്രയാണ്. അത് വിശദമായി നമുക്കടുത്ത ക്ലാസ്സിലെ ടെൻസ് പഠിക്കുന്ന ക്ലാസ്സിലെ കൃത്യമായി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഇത്രയും മാത്രം ആ പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ടെൻസ് ഈ നിങ്ങളുടെ ഫസ്റ്റ് ടേമിൻ്റെ ചാപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞ് ടെൻസ് എടുത്ത് തരാം. ഓക്കെ. ഈ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റു കുഞ്ഞുങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.